വെറും 3 ദിവസത്തിൽ തന്നെ മുഖത്തുള്ള സൺ ടാനും കരിവാളിപ്പും കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യണം. മുഖം നിറം വെക്കണം എന്നുള്ളത് ചെറിയൊരു അത്യാഗ്രഹമായിട്ട് തോന്നുന്നുണ്ടോ? എന്നാൽ അത് പോസിബിൾ ആണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് സ്കിൻ ബ്രൈറ്റൻ അപ്പ് ചെയ്യാനും പാടുകളും അതുപോലെ ഡാർക്ക് സ്പോട്ട്സും കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു അടിപൊളി ഫേസ് പാക്കാണ് ഇപ്പം ഞാൻ എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. സൺ ടാനൊക്കെ അപ്പം തന്നെ മാറും കേട്ടോ. നല്ല റിസൾട്ട് കിട്ടും. നമുക്ക് നല്ല വ്യത്യാസം ഫസ്റ്റ് യൂസിൽ തന്നെ അറിയാൻ പറ്റും. മുഖം ഗ്രാജുവലി നല്ല രീതിയിൽ നിറം വെപ്പിച്ചെടുക്കാൻ നമുക്ക് ഓൾറെഡി നല്ല നിറം ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കാത്തത് കാരണം, കെയർ കൊടുക്കാത്തത് കാരണം മങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ റിപ്പയർ ചെയ്ത് തിരിച്ചു കൊണ്ടുവരാനും ഈ ഒരൊറ്റ പാക്ക് നിങ്ങൾ യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് നോക്കാം. സോ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്, മുഴുവനും കാണണം. എന്നാൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടുന്നത്, കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത്. സോ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ വളരെ യൂസ്ഫുൾ ആയിരിക്കും. സോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ആരെങ്കിലും എന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വെൽക്കം ടു മൈ യൂട്യൂബ് ഫാമിലി. സോ നമുക്ക് സ്റ്റാർട്ട്. ഓൾറെഡി ഞാനിവിടെ പാക്ക് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്തും എടുത്തിട്ടുണ്ട്. ഇനി വേണം നമുക്ക് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട്. ബിഫോർ ദാറ്റ് നമുക്കിത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് നോക്കാം. ആദ്യത്തെ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് നമുക്ക് വേണ്ടത് അരിപ്പൊടിയാണ്. അരിപ്പൊടി എല്ലാവരുടെയും അവൈലബിൾ ആയിട്ടുള്ള സംഭവമായിരിക്കും. ഇനി അഥവാ നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ കുറച്ച് അരി എടുക്കുക. ഒരു 8 മണിക്കൂർ അതൊന്ന് നന്നായിട്ട് കഴുകി, പച്ചരി വേണം എടുക്കാനായിട്ട്, കുതിരാൻ വെച്ചിട്ട് അതൊന്ന് മിക്സിയിൽ വെള്ളമൊക്കെ വാർത്ത് ഡ്രൈ ചെയ്തിട്ട് മിക്സിയിലൊന്ന് പൊടിച്ചെടുത്ത് ഫ്രീസറിൽ സൂക്ഷിച്ചാൽ മതി. ആവശ്യമുള്ളപ്പോൾ എടുത്ത് യൂസ് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. അതല്ലെങ്കിൽ നമ്മൾ ഒരു പുട്ടുണ്ടാക്കാനും പത്തിരി ഉണ്ടാക്കാനൊക്കെ എടുക്കുന്ന അരിപ്പൊടി ഉണ്ടല്ലോ, ഇടിയപ്പത്തിൻ്റെയൊക്കെ പൊടി, അത് നിങ്ങൾ യൂസ് ചെയ്താൽ മതി. അതും വളരെയധികം നല്ല എഫക്റ്റീവാണ്. സോ നമുക്ക് അരിപ്പൊടി എടുക്കാം. 1.5 സ്പൂൺ അരിപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതോടൊപ്പം ഞാനിവിടെ ഹണി യൂസ് ചെയ്യുന്നുണ്ട്, ഞാൻ കാണിച്ചു തന്നൂല്ലോ. അതുപോലെ ഞാൻ ഡാബറിൻ്റെ ഹണിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ബ്രാൻഡിൻ്റെ ഹണിയും യൂസ് ചെയ്യാം. ഞാൻ യൂസ് ചെയ്തിട്ടുള്ള പ്രോഡക്റ്റ്സ് ഞാൻ ലിങ്ക് ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. ഇൻഗ്രീഡിയൻസ് ഡീറ്റെയിൽസൊക്കെ അറിയാനായിട്ട് നമ്മൾ ആ പ്രോഡക്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മനസ്സിലാവും. സോ ഞാനിവിടെ തേൻ ആഡ് ചെയ്ത് കൊടുത്തു. ഒരു 1/2 സ്പൂണോളം തേൻ മാത്രമാണ് ചേർത്ത് കൊടുത്തത്. മിക്സ് ആക്കാനായിട്ട് നമ്മൾ എടുക്കുന്നത് പാലാണ്. ഇനി നിങ്ങൾക്ക് പാൽ അലർജി ആണെങ്കിൽ, പാൽ ഇല്ല കയ്യിലില്ല എന്നുണ്ടെങ്കിൽ നമുക്കിതിലോട്ട് തൈര് ആഡ് ചെയ്ത് കൊടുക്കാം. പാൽ അല്ലെങ്കിൽ തൈര്, ഇതിൽ രണ്ടിൽ ഏത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഇത് രണ്ടും അലർജറ്റിക് ആയിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ ഈ പാക്ക് സ്കിപ്പ് ചെയ്യുന്നതാണ് നല്ലത്. കാര്യം അരിപ്പൊടീൻ്റെ ഒപ്പം നമ്മൾ വെള്ളം അല്ലെങ്കിൽ റോസ് വാട്ടർ യൂസ് ചെയ്യുന്നതിനേക്കാളും എനിക്ക് ഏറ്റവും കൂടുതൽ നന്നായിട്ട് എഫക്റ്റീവായിട്ട് തോന്നിയത് അരിപ്പൊടിയും പാലും കൂടെ അല്ലെങ്കിൽ തൈരും കൂടെ ചേർത്തിട്ട് മിക്സ് ആക്കുമ്പോഴാണ്. പിന്നെ നിങ്ങൾക്ക് തീരെ നിവർത്തിയില്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, കുറേ തേൻ ചേർത്ത് കൊടുക്കാം. ഇച്ചിരി കൂടി 1 സ്പൂൺ കൂടെ തേൻ ചേർത്ത് കൊടുത്താൽ ഇത് അരിപ്പൊടിയും തേനും മാത്രമാക്കി മിക്സാക്കി ഫേസിലോട്ട് അപ്ലൈ ചെയ്യാം. നിങ്ങൾക്കറിയാമോ, ആ ഒരു ഫേസ് പാക്കിൻ്റെ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫേസ് പാക്ക് വേറെ ഇല്ല. അത്രമാത്രം നമുക്ക് ഡ്രൈ സ്കിൻ ആണെങ്കിലും പിഗ്മെൻറ്റേഷൻ ഉണ്ടെങ്കിലും എല്ലാ തരം സ്കിന്നിനും ചേരുന്നതാണ് അരിപ്പൊടിയും തേനും മാത്രമായിട്ടുള്ള ഫേസ് പാക്ക് പോലും. അപ്പോൾ ഡ്രൈ സ്കിൻ ആണ്, നിങ്ങൾക്കൊരു നറിഷ്മെൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ പാലും കൂടെ അതിനോടൊപ്പം ചേർത്ത് കൊടുക്കുക. പാല് നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് റെജുവിനേറ്റ് ചെയ്യും, റിപ്പയർ ചെയ്യും. അതിനൊക്കെ വളരെ വളരെ നല്ലതാണ്. പാലൊട്ടും യൂസ് ചെയ്യാൻ പറ്റാത്തവർക്കാണ് ഒന്നുകിൽ ഈ പാക്ക് സ്കിപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചേരുന്ന ഒരു പാക്ക് ചൂസ് ചെയ്യുക. അതല്ലെങ്കിൽ അരിപ്പൊടിയും തേനും മാത്രമായിട്ട് യൂസ് ചെയ്യുക. അരിപ്പൊടിയും തേനും മാത്രമായിട്ട് യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്താ വെച്ചാൽ, നല്ല ഫേസ് പാക്കാണ്, ബട്ട് സ്റ്റിൽ നമുക്കത് കുറച്ച് എക്സ്പെൻസീവ് ആണ്. കുറച്ച് കൂടുതൽ തേൻ അതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടി വരും. മുഖത്തും കഴുത്തിലും ഒക്കെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ, നമ്മൾ ഈ കുഞ്ഞു ബോട്ടിൽ വാങ്ങുന്ന തേനാണെങ്കിൽ നമുക്കതൊരു ഒരാഴ്ച പോലും ഇരിക്കില്ല. അത്രയും പെട്ടെന്ന് തീർന്നു പൊയ്ക്കൊണ്ടിരിക്കും. ഒരു 5 ദിവസത്തിൽ തന്നെ തീർന്നു പൊയ്ക്കൊണ്ടിരിക്കും. ആ ഒരു കാര്യം കൊണ്ടാണ് നമ്മൾ പാൽ യൂസ് ചെയ്ത് മിക്സ് ചെയ്യാനായിട്ട് പറയുന്നത്. കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. അങ്ങനെ പാലും ചേർത്ത് നമ്മളിപ്പോൾ ചെയ്യുന്ന പാക്ക് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഓൾട്ടർനേറ്റീവ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞതൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. പാൽ എല്ലാവർക്കും കിട്ടുന്ന സാധനമല്ലേ. അപ്പോൾ നിങ്ങൾക്ക് അലർജി ഒന്നും ഇല്ലെങ്കിൽ പാൽ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ തൈര് യൂസ് ചെയ്യുക. ഇതിൽ രണ്ടിലേതെങ്കിലും ഒന്ന് ചേർത്ത് നല്ലോണം മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്കിതുപോലൊരു പാക്കിൻ്റെ കൺസിസ്റ്റൻസി കിട്ടും. എന്നിട്ട് ഇതൊരു 5 മിനിറ്റ് വച്ചേക്കുക. അപ്പോഴേക്കും നമ്മുടെ അരിപ്പൊടിയൊക്കെ നന്നായിട്ടൊന്ന് കുതിർന്ന് കുറച്ചുകൂടെ സോഫ്റ്റായിട്ട് ഉണ്ടാവും. ദെൻ നമുക്കിത് ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് വളരെ എളുപ്പമായിരിക്കും, നല്ല സോഫ്റ്റ് ആയിരിക്കും. ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോഴാണ് ശരിക്കും ജെൻറ്റിലായിട്ട്, സ്കിന്നിന് ഒട്ടും തന്നെ ഹാംഫുൾ അല്ലാതെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റുന്നത്.
അതോടൊപ്പം നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ക്ലീൻ ആയിട്ടുള്ള ഫേസിൽ വേണം അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട്. ഓൾറെഡി മേക്കപ്പ് ഒക്കെ ഇട്ടിട്ടുണ്ട്, ഫുൾ പൊടിയടിച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങൾ നന്നായിട്ട് മുഖം കഴുകുക. സോപ്പ് അല്ലെങ്കിൽ ഫേസ് വാഷ് ഏതാണോ നിങ്ങൾ യൂസ് ചെയ്യുന്നത് അത് യൂസ് ചെയ്തിട്ട് മുഖം നന്നായി ക്ലീൻ ചെയ്യുക. എന്നിട്ട് ഈ ഒരു പാക്ക് മിക്സ് ചെയ്ത് ഇതൊന്ന് 5 മിനിറ്റ് വെച്ചിട്ട് ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഈ ഒരു പ്രോസസ്സ് നിങ്ങൾ ഇതുപോലെ തന്നെ ചെയ്ത് വരിക. പിന്നെ പറഞ്ഞല്ലോ, പാല് പറ്റാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് വേറെ പാക്ക് യൂസ് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പാക്ക് തന്നെ പാല് സ്കിപ്പ് ചെയ്തിട്ട് കൂടുതൽ തേനെടുത്തിട്ടും യൂസ് ചെയ്യാം. 2 ഓപ്ഷൻസ് ഉണ്ട്, ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഇനി നമുക്കിത് ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ ഈവനായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക, എല്ലായിടത്തും അപ്ലൈ ചെയ്യുക. പിന്നെ കഴുത്തിലും മസ്റ്റായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഞാനിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഓരോ വീഡിയോസ് ഷൂട്ട് ചെയ്യും. അപ്പോൾ കഴുത്തിലൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഡ്രസ്സ് മാറ്റാനായിട്ട് വളരെ കഷ്ടപ്പാടാണ്. അതുകൊണ്ടാണ് പിന്നെ നമുക്കിവിടെ മെസ്സാവും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ കാണിക്കുന്നത്. നിങ്ങളൊരിക്കലും ഇങ്ങനെ ചെയ്യരുത്. നിങ്ങൾ കഴുത്തിലും അപ്ലൈ ചെയ്ത് കൊടുക്കണം. പറ്റുന്നുണ്ടെങ്കിൽ കൂടുതൽ ക്വാണ്ടിറ്റി പ്രിപ്പയർ ചെയ്താൽ കയ്യിലും കാലിലും ഒക്കെ യൂസ് ചെയ്യാം. പിന്നെ ഇത് വാഷ് ചെയ്യാൻ സമയത്ത് നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരിക്കലാണ് നിങ്ങൾ ഇത് അപ്ലൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആഴ്ചയിൽ 2 ദിവസം മാത്രമാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നമുക്കിത് സ്ക്രബ് ചെയ്ത് വാഷ് ചെയ്യാം. ഇത് തന്നെ നമുക്കൊരു സ്ക്രബായിട്ട് യൂസ് ചെയ്യാം. ഇനി നിങ്ങൾ ഡെയിലി ഇത് അപ്ലൈ ചെയ്യുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ ഇത് അപ്ലൈ ചെയ്യുന്നുണ്ട്, ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രബ് ചെയ്യേണ്ടത് ആകെ 2 ദിവസം മാത്രമാണ്. ആഴ്ചയിൽ വെറും 2 ദിവസം മാത്രം സ്ക്രബ് ചെയ്ത് വാഷ് ചെയ്യുക. അല്ലാത്ത ദിവസങ്ങളിൽ ഇതുപോലെ വെള്ളം തളിച്ച് കൊടുക്കുക. വെള്ളം തളിച്ച് കൊടുത്ത് തന്നെ അത് കംപ്ലീറ്റ്ലി സോക്കായി അതങ്ങ് ഇളകിപ്പോകും. അങ്ങനെ ജസ്റ്റ് ജെൻറ്റിലായിട്ടൊന്ന് റബ്ബ് ചെയ്ത് വാഷ് ചെയ്യുക മാത്രം ചെയ്യുക. റബ്ബിങ് പോലും നിങ്ങൾ ചെയ്യേണ്ട, ജസ്റ്റ് അതൊന്ന് റിമൂവ് ചെയ്താൽ മാത്രം മതി പാക്ക്. അത്രയേ ഉള്ളൂ. പിന്നെ അരിപ്പൊടി ആയതുകൊണ്ട് തന്നെ ഇത് കുറച്ച് തരിതരികൾ അവിടെ അവിടെയായിട്ട് ഉണ്ടാവും. അതുകൊണ്ട് കൂടുതൽ വെള്ളത്തിൽ കഴുകി കളയുക, എന്നാലേ അത് കംപ്ലീറ്റ്ലി പോവുള്ളൂ. അതല്ലെങ്കിൽ നമ്മൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുമ്പോഴും തുടയ്ക്കുമ്പോഴും ഒക്കെ സ്കിന്നിന് ഒരു ഹാർഷായിട്ടുള്ള ഒരു എഫക്റ്റ് തരാനായിട്ട് ചാൻസ് ഉണ്ട്. സോ അതിനനുസരിച്ചിട്ട് നിറയെ വെള്ളം ഒഴിച്ച് അരിപ്പൊടി മുഴുവൻ കഴുകിക്കളയുക. ഇത് നിങ്ങൾ രാത്രി കാലങ്ങളിൽ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. ആഴ്ചയിൽ ഒരു 4-5 ദിവസമൊക്കെ നമുക്കത് യൂസ് ചെയ്യാം. ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ കണ്ടിന്യൂസ് അങ്ങ് യൂസ് ചെയ്ത് പോയാൽ മതി. എല്ലാ ദിവസവും യൂസ് ചെയ്യണം എന്നില്ല. എല്ലാ ദിവസവും യൂസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് യൂസ് ചെയ്യാൻ കുഴപ്പമില്ല കേട്ടോ. നിങ്ങളുടെ ഒരു സ്കിൻ ടൈപ്പും നിങ്ങളുടെ ഒരു റുട്ടീനും നിങ്ങൾക്കല്ലേ നന്നായിട്ട് അറിയാവുന്നത്. സോ എല്ലാ ദിവസവും വേണമെങ്കിലും യൂസ് ചെയ്യാം. അതുകൊണ്ടാണ് ഞാൻ 2 കാര്യവും എടുത്ത് പറഞ്ഞത്. എങ്ങനെയാണോ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ കൺവീനിയൻ്റ് ആയിട്ടുള്ളത് അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഒരാഴ്ച നിങ്ങൾ ഈ 2 രീതിയിൽ യൂസ് ചെയ്താലും ഒരാഴ്ച കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കിൻ നേരത്തെ ഉണ്ടായിരുന്ന മാതിരിയേ ആയിരിക്കില്ല. ഒരു 3 യൂസ് കഴിയുമ്പോൾ തന്നെ 3 ദിവസം കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ സ്കിന്നിൽ നല്ല രീതിയിലുള്ള ട്രാൻസ്ഫോർമേഷൻ അറിയാനായിട്ട് പറ്റും. ഏറ്റവും അവസാനം ഞാനിവിടെ ഡോട്ട് ആൻഡ് കീയുടെ മോയ്സ്ചറൈസർ യൂസ് ചെയ്ത് ഒന്ന് മോയ്സ്ചറൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാര്യം വേറൊന്നുമല്ല, നമ്മൾ ഏത് പാക്ക് യൂസ് ചെയ്താലും ഏറ്റവും അവസാനം ഒന്ന് മോയ്സ്ചറൈസ് ചെയ്ത് കൊടുക്കണം. നമ്മൾ എന്ത് സ്കിൻ കെയർ ആണോ നൈറ്റ് ടൈമിൽ ചെയ്യുന്നത് അത് നമ്മൾ ഉറപ്പായിട്ടും ചെയ്തിരിക്കണം. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ബേസിക്കായിട്ടും ഈ ഒരു ഫേസ് പാക്ക് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനായിട്ടുള്ളത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. അപ്പോൾ ഞാൻ കാര്യങ്ങളൊക്കെ കവർ ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വെറും 3 ദിവസമല്ലേ, ആ ഒരു 3 ദിവസത്തിൽ തന്നെ നിങ്ങൾക്ക് ഉണ്ടാകുന്ന മാറ്റം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിരിക്കും. അത്രയും സ്കിൻ ഗ്ലോ ആവുന്നുണ്ടാവും. പിന്നെ ഓരോരുത്തരുടെ സ്കിൻ ടൈപ്പിനനുസരിച്ച് ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.